നിയോഗത്താലി ഭാഗം 44. രാവിലെ നല്ല ക്ഷീണം തോന്നിയെങ്കിലും മനുവിനെ കാണാനും ഈ സന്തോഷം അറിയിക്കാനും കൂടെ ഇതുവരെ ഉണ്ടായിരുന്ന ഭയത്തിൻ്റെ അവസാനം കാണാനുമൊക്കെയുള്ള ആഗ്രഹത്താൽ സച്ചു കോളേജിലേക്ക് പുറപ്പെട്ടു. മനു ഇല്ലാത്ത ദിവസങ്ങളിൽ സാധാരണ ബസ്സിനാണ് പോകാറുള്ളത്. ഉള്ളിലെ തുടുപ്പ് അറിഞ്ഞ ശേഷം അവൾക്ക് ബസ്സിൽ പോകാൻ ഭയം തോന്നിയതുകൊണ്ട് തന്നെ ഇന്നൊരു ക്യാബ് വിളിച്ചു സച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനമുള്ളതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും ബ്ലോക്കിൽപ്പെട്ട് കോളേജിലെത്തുമ്പോഴേക്കും അല്പം ലേറ്റായി. ഫസ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ പീരീഡ് ഉള്ളതുകൊണ്ട് തന്നെ അവൾ തിടുക്കത്തിൽ പൈസ കൊടുത്ത് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ക്ലാസ് സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ കോളേജിന് പുറത്ത് ആരുമില്ല. സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ അവൾ ബാഗ് തുറന്ന് മനുവിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഓൺ ദ വേ ആണ്, നീ എത്തിയോ? ഹലോ പോലും പറയുന്നതിന് മുൻപേ ഇങ്ങോട്ടേക്ക് മറുപടി വന്നു. ഷേ, ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടുപോയി, അതാ ലേറ്റായേ. ഉള്ളിലേക്ക് കയറണ്ട, ഞാൻ വന്നിട്ട് പോയാൽ മതി, മനു ആശങ്കയോടെ പറഞ്ഞു. സച്ചു എത്തുന്നതിന് മുൻപേ അവിടെ എത്തേണ്ടവനാണ് ബ്ലോക്ക് കാരണം ലേറ്റായത്. മനുവിൻ്റെ പേടി സച്ചുവിന് അവൻ്റെ വാക്കുകളിലൂടെ തന്നെ മനസ്സിലായി. എന്തിനാ പേടിക്കുന്നേ? ഇവിടെ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ഇല്ലേ, പേടിക്കണ്ട കേട്ടോ. എനിക്ക് ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ട്, ഞാൻ ക്യാമ്പസിലെത്തി. സച്ചു അവൻ്റെ പേടി കുറയ്ക്കും വിധം സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് വേണോ മോളെ, ഞങ്ങൾ വന്നിട്ട് പോയാൽ പോരെ? മനുവിന് അവളുടെ വാക്കുകളൊന്നും ആശ്വാസം നൽകിയില്ല. ഇങ്ങനെ പേടിക്കാതെ മനുഷ്യ, ധൈര്യമായിട്ട് വാ, ഇനിയുള്ള കാഴ്ചകൾ കാണാൻ ഐ ആം വെയിറ്റിംഗ്, ചിരിയോടെ പറഞ്ഞവൾ. സൂക്ഷിക്കണേ, ഞങ്ങളിപ്പോൾ എത്തുട്ടോ. സമ്മതം മൂളുമ്പോഴും മനുവിൻ്റെ വാക്കുകളിൽ ചെറുഭയം നിറഞ്ഞിരുന്നു. കോൾ കട്ട് ചെയ്ത് വേഗം സ്റ്റാഫ് റൂമിൽ കയറി ബാഗ് വെച്ചു സച്ചു. സെക്കൻഡ് സെം ബികോമിൻ്റെ ടെക്സ്റ്റ് ബുക്കും ലെക്ചർ നോട്ടും കയ്യിലേക്കെടുത്ത് തിടുക്കത്തിൽ പുറത്തേക്കിറങ്ങാൻ നോക്കുമ്പോഴാണ് സാലിനെ കാണുന്നത്. അയാളുടെ കണ്ണുകളും അവളിലാണ്. ചെയറിലിരിക്കുന്നവനെ സച്ചു അടിമുടി നോക്കി. വല്ലാത്തൊരു തിളക്കമുണ്ടിന്ന ആ കണ്ണുകളിൽ. ഏറെ നാളിന് ശേഷം ഇന്നാണ് ആൾ കോളേജിലേക്ക് വന്നത്. ശരിക്കു പറഞ്ഞാൽ ഭാര്യയുടെ മരണശേഷം. സാർ എപ്പോൾ എത്തി? സച്ചു പതിയെ ചോദിച്ചു. ഇന്ന് രാവിലെ. ഇന്ന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ശരി, ടീച്ചർ ക്ലാസ്സിലേക്ക് പൊക്കോ. കുട്ടികൾ ബഹളം വെച്ചപ്പോൾ സനൂപ് സാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനൊന്ന് ക്യാൻറ്റീനിൽ പോയിട്ട് വരാം. ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിച്ച ശേഷം സാലിൻ മുൻപിലുള്ള ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ച് എഴുന്നേറ്റ് പുറത്തേക്ക് പോയപ്പോൾ സച്ചുവിനാകെ വല്ലായ്മ തോന്നി. തനിക്ക് പകരം സനൂപ് നിൽക്കുവാണെന്നോർക്കെ കൂടുതൽ ചിന്തിക്കാതെ അവൾ മുൻപോട്ട് നടന്നു. 3ാമത്തെ നിലയിലാണ് ക്ലാസ് റൂം. ക്യാൻറ്റീൻ ഗ്രൗണ്ട് ഫ്ലോറിൽ കുറച്ച് മാറിയുള്ള ബി ബ്ലോക്കിലും. ഫസ്റ്റ് ഫ്ലോറിൽ ഫൈനൽ MBA ക്ലാസ് മുറികളും സ്റ്റോർ റൂമും പ്രിൻസിപ്പൽ റൂമും ഓഡിറ്റോറിയവുമായതുകൊണ്ട് തന്നെ വരാന്ത ശൂന്യമാണ്. MBA സ്റ്റുഡൻസ് ഉള്ളപ്പോൾ ബഹളമയമായിരുന്നു അവിടെയൊക്കെ. പ്രൊജക്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തതോടെ കുട്ടികൾ എല്ലാം ഫീൽഡ് വർക്കിലാണ്. വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു നിൽക്കുന്ന ഇടനാഴിയിലൂടെ സ്റ്റെയർ കേസിനടുത്തേക്ക് നടക്കുമ്പോൾ സച്ചുവിൽ നേർത്ത പേടി നിറഞ്ഞു. കണ്ണുകൾ ചുറ്റും കണ്ണോടിച്ചു. ശൂന്യമായ ക്ലാസ് റൂമുകളും വരാന്തകളും, നിശബ്ദത മാത്രം അവിടെ മാകെ തങ്ങി നിന്നു. സച്ചുവിന് വല്ലാത്തൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്തു തുടങ്ങി. എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിക്കാനിരിക്കുന്നത് പോലെ ഉള്ളിൽ ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. പതിവിലും വേഗത കൂട്ടി അവളുടെ പാദങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും മുകളിലേക്കുള്ള സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ചു. മിഴികൾ താഴ്ത്തി തിരക്കിട്ട് മുൻപോട്ട് കയറാൻ ശ്രമിക്കുമ്പോഴാണ് മുൻപിൽ വഴി തടഞ്ഞ പോലെ നിൽക്കുന്നൊരുവൻ്റെ പാദങ്ങൾ കണ്ണിൽപ്പെട്ടത്. കണ്ണുകൾ ഉയർത്തി ആളെ നോക്കിയ സച്ചു മുന്നിൽ നിൽക്കുന്നവൻ ആൾ ആരാണെന്ന തിരിച്ചറിവിൽ വിറച്ചുപോയി. ഇത്ര നാളും പേടിയോടെ ആരിൽ നിന്നുമാണോ ഒഴിഞ്ഞു മാറി നടന്നത് ആ ഒരുവൻ. പേടിയോടെ എടുത്തു വെച്ച കാൽ താഴ്ത്തി ഒരടി പിറകിലോട്ട് നീങ്ങി. കണ്ണൻ്റെയ്ക്കു മുകളിലൂടെ കാണുന്ന ആ ചുവന്ന കണ്ണുകൾക്ക് പതിവിലും തീക്ഷ്ണതയേറെയാണ്.
ഉള്ളു കിടുകിടുക്കുമ്പോഴും മുന്നിൽ നിൽക്കുന്നവനോടുള്ള ഭയം മുഖത്തേക്ക് വരുത്താതെ വിധം അവൾ ചുണ്ടുകൾ വിടർത്തി നനുത്ത പുഞ്ചിരി നൽകിക്കൊണ്ട് തടസ്സമായി നിൽക്കുന്നവനിൽ നിന്നും മാറി സൈഡിലൂടെ മുൻപോട്ട് സ്റ്റെപ്പ് കയറാൻ ശ്രമിക്കുമ്പോൾ അയാൾ വീണ്ടും സച്ചുവിൻ്റെ മുൻപിലേക്ക് കയറി നിന്നു. അങ്ങനെ അങ്ങ് പോയാലോ സൗപർണിക ടീച്ചറെ? പല്ലുകൾ ഇരുമ്മി ഉരസുന്ന സൗണ്ട് അവൾ വ്യക്തമായി കേട്ടു. ഈ ഇരുണ്ട പാതയിൽ തടസ്സമായി നിൽക്കുന്നവൻ്റെ നിൽപ്പും ഭാവവും നോട്ടവും എല്ലാം പൈശാചികമാണ്. എനിക്ക് ക്ലാസ് ഉണ്ട്, പിന്നെ കാണാം സാറേ. പതർച്ച മറച്ചു വെച്ചവൾ സൗമ്യമായി പറഞ്ഞു. പിന്നെ കണ്ടാ മതിയോ? അയാൾ വിരൽ കൊണ്ട് താടിയിലൊന്ന് തൊട്ട് ആലോചിക്കും പോലെ ചോദിച്ചു. നാ അത് പോരല്ലോ സൗപർണികയെ. എനിക്ക് ദേ ഇപ്പം കാണണം. നിന്നെ മൊത്തമായും ഒരു മറയില്ലാതെ കാണണം. ആസ്വദിച്ച് കാണണം. സച്ചുവിൻ്റെ ചുറ്റിലും നടന്ന് പറ്റില്ലെന്ന് വിരൽ കൊണ്ട് ചലിപ്പിച്ചുകൊണ്ട് വല്ലാത്തൊരു ഭാവത്തോടെ പറയുന്നവനെ സച്ചു പകപ്പോടെ നോക്കി. അയാളുടെ ശബ്ദത്തിലെ വ്യത്യാസത്തിൽ സച്ചു അടിമുടി വിറച്ചുപോയി. ആ കണ്ണുകളിൽ തെളിയുന്ന ഭാവം മനസ്സിലാകെ സച്ചു വിറവുണ്ടു. അവളുടെ ദേഹത്തെ അടിമുടി ഒഴിഞ്ഞുകൊണ്ട് നോക്കുന്ന നോട്ടത്തിൽ സച്ചു വെറുപ്പോടെ അയാളിൽ നിന്ന് മുഖം തിരിച്ചു. ആ ഭാവം, നോട്ടം എല്ലാം അവളെ ഭയത്തിൽ മുക്കി. ഒരു വേള മനു പറഞ്ഞത് അനുസരിച്ചാൽ മതിയെന്ന് പോലും തോന്നിപ്പോയവൾക്ക്. എന്തൊക്കെയോ തനിക്കിന്ന് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന തോന്നലിൽ കൈകൾ ആദ്യം തൊട്ടത് അവളുടെ കുഞ്ഞു വയറിനെയാണ്. ഭയം ഉച്ചസ്ഥായിയിലെത്തി നിൽക്കുന്നു. ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന പോലെ അതിവേഗം മിടിച്ചു കയറി. എങ്കിലും അത് പുറത്ത് കാണിക്കാത്ത വിധം സച്ചു അയാളെ രൂക്ഷമായി നോക്കി. വാക്കുകൾ അത് സൂക്ഷിച്ചുപയോഗിക്കണം. ഇനി ഇതുപോലൊരിക്കൽ കൂടി എന്നോട് സംസാരിച്ചാൽ മറുപടി നൽകുന്നത് എൻ്റെ കൈകളായിരിക്കും. താങ്കളോട് കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ക്ലാസ്സിൽ പോകണം. സാറ് മാറിക്കേ. ഇനി മാറാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ തന്നെ നിന്നോ. ഞാൻ സ്റ്റാഫ് റൂമിൽ പൊക്കോളാം. ശക്തമായ ഭാഷയിൽ അയാളോട് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നടക്കാൻ ശ്രമിക്കുമ്പോഴും ഒരടി പോലും മാറാതെ വൃത്തികെട്ട നോട്ടത്തോടെ നിൽക്കുന്നവനെ രൂക്ഷമായി നോക്കിയ ശേഷം സച്ചു പിന്തിരിഞ്ഞു നടന്നു. ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ലാത്ത വരാന്തയിലൂടെ നടക്കുമ്പോൾ സച്ചുവിൻ്റെ കാലുകൾ വിറച്ചു. പേടി അവളെ ധൈര്യത്തെ ചോർത്തി തുടങ്ങി. എത്രയും വേഗം സ്റ്റാഫ് റൂമിലെത്തി മനുവിനെ വിളിക്കാനായി വിറക്കുന്ന കാലടികൾ പെറുക്കി വെച്ചുകൊണ്ട് നടത്തം ഓട്ടത്തിലേക്ക് മാറിയ ആ നിമിഷം തന്നെയാണ് അവളുടെ കൈകൾ മുൻപിലേക്ക് വിളിച്ചു പിടിച്ച് ഒരു കൈകൊണ്ട് ലോക്ക് ചെയ്ത് മറുകൈ കൊണ്ട് വായ മൂടി എടുത്ത് പൊക്കി ഒഴിഞ്ഞു കിടന്ന റൂമിലേക്ക് അയാൾ വലിച്ചിട്ടത്. റൂമിലേക്ക് അവളെ വലിച്ചെറിഞ്ഞ് ഡോർ ലോക്ക് ചെയ്തവൻ. പെട്ടെന്നുള്ള ആക്രമണത്തിൽ സച്ചു ആകെ പേടിച്ചുപോയി. അവൻ്റെ വലിച്ചെറിയലിൽ മുന്നോട്ടാഞ്ഞവൾ നിലതെറ്റി വീഴാതിരിക്കാൻ മുൻപിലുള്ള ബെഞ്ചിൽ പിടിച്ചു നിന്നു. ഉയർന്ന കിതപ്പിനിടയിലും ഉള്ളിൽ നിന്ന് വരാവുന്നത്ര ശബ്ദമെടുത്തുകൊണ്ട് അവൾ ആർത്തു നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഭയത്താൽ ശബ്ദം ചിലമ്പിച്ചുപോയി. വീണ്ടും അലറാൻ ശ്രമിക്കുമ്പോഴേക്കും അയാളുടെ ശക്തമായ പ്രഹരത്തിൽ സച്ചുവിൻ്റെ മുഖം ഒരു വശത്തേക്ക് കോടി. നിലതെറ്റി താഴേക്ക് വീണുപോയവൾ. സച്ചുവിൻ്റെ വായിൽ നിന്നും ചോര കിനിഞ്ഞിറങ്ങി. ആ വീഴ്ചയിൽ അവളുടെ വയറ് വേദനയോടെ കൊളുത്തി വലിച്ചു. അസഹ്യമായ വേദന ദേഹമാസകലം പടരാൻ തുടങ്ങി. കൈകൾ ഉദരത്തെ വലം ചെയ്തു. ഉള്ളിലെ കുഞ്ഞിനെ ഓർത്തവൾക്ക് ഹൃദയം നീറി. വേദന സഹിച്ചുകൊണ്ട് കൈകൾ അടിവയറ്റിനെ തഴുകുന്ന നേരം അയാളുടെ സാമീപ്യം അവൾ അടുത്തറിഞ്ഞു. അയാൾ അവളിലേക്ക് ഓരോ അടിയും എടുത്തു വെക്കുമ്പോൾ സച്ചു ഭയത്തോടെ നിറഞ്ഞൊഴുകുന്ന മിഴികളുമായി കനത്ത വേദന സഹിച്ചുകൊണ്ട് പുറകോട്ടേക്ക് വെളിഞ്ഞു നീങ്ങി. അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ, നിലവിളിക്കാൻ, വാ തുറക്കാൻ ശ്രമിച്ച സച്ചു ജീവൻ പറഞ്ഞു പോകുന്ന വേദനയിൽ ഞെരങ്ങിപ്പോയി. ശക്തമായ പ്രഹരം അവളുടെ വായ്ക്കുള്ളിൽ അനേകം മുറിവുകൾ തീർത്തിരിക്കുന്നു. രക്ഷപ്പെടാൻ മാർഗം തേടി ചുറ്റും കണ്ണുകൾ പായ്ക്കുന്നവളെ നോക്കി പൈശാചികമായി ചിരിച്ചയാൾ. അവസാനം ഒരു മൂലയിലേക്ക് ചുരുങ്ങിപ്പോയ അവളുടെ അടുത്തേക്ക് അയാൾ മുട്ടുകുത്തിയിരുന്നു. ഇന്ന് എന്നിൽ നിന്ന് നിനക്ക് രക്ഷയില്ല സൗപർണിക.
ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തവനാണ് ഞാൻ. മതിയാകുമ്പോൾ അവയെ നിഷ്പ്രഭമായി ഒഴിവാക്കിയവനും. എൻ്റെ മുന്നിൽ തടസ്സമായി നിന്നവരെയൊക്കെ വെട്ടി മാറ്റാൻ എനിക്കറിയാം. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം അത് നീയാണ്. നീ അതുകൂടി നേടിയെടുത്ത ശേഷം മാത്രമേ ഞാൻ ഇവിടം വിടൂ. നിൻ്റെ ഭർത്താവും സുഹൃത്തുക്കളും എന്നെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നറിയാം. എന്നിലേക്ക് എത്തുന്നതിന് മുൻപ് ഞാൻ എൻ്റെ അവസാന ആഗ്രഹവും നേടിയെടുക്കും. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് എന്നേക്കുമായി പോകുന്നതിന് മുൻപേ നിന്നെ ഞാൻ രുചിച്ചിരിക്കും, മതിയാവോളം നുകർന്നിരിക്കും. വല്ലാത്തൊരു ഉന്മാദത്തോടെ പറയുന്നവനെ സച്ചു പേടിയോടെ നോക്കി. അയാൾ ഒന്നുകൂടി അവളിലേക്കടുത്തു. നിനക്കറിയോ, കണ്ട നാൾ തൊട്ട് നിന്നോടുള്ള മോഹം ഉയർന്നിരുന്നു എന്നുള്ളിൽ. അത് ശക്തമായത് പക്ഷേ ഈ മേനി കണ്ടപ്പോഴാണ്. ഒരു മറ പോലും ഇല്ലാതെ നിൻ്റെ ഈ പനിനീർ കുടങ്ങളെ കണ്ടപ്പോൾ. ഓഹ്, അന്നാണ് നീ എന്ന മോഹം ലഹരിയായി മാറിയത്. അന്ന് ആ ക്യാമ്പിൽ വെച്ച് കുളിക്കുന്ന നിൻ്റെ നഗ്നമേനിയിൽ വെള്ളം ഒഴുകിയിറങ്ങുമ്പോൾ ഉണർന്നത് എന്നിലെ പുരുഷൻ മാത്രമല്ല, നിന്നിലുള്ള എൻ്റെ രതിസങ്കല്പങ്ങൾ കൂടിയാണ്. അന്നാണ് ഒരിക്കൽ മാത്രം മോഹിച്ച ഞാൻ എന്നും എൻ്റെ പുരുഷത്വം നിന്നുള്ളിൽ നിറക്കാൻ ആഗ്രഹിച്ചത്. സച്ചുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ക്യാമ്പിൽ വെച്ച് കുളിക്കുമ്പോൾ താൻ അറിയാതെ തൻ്റെ ശരീരത്തെ അയാൾ കണ്ടെന്ന അറിവിൽ സച്ചു ഞെട്ടിപ്പോയി. വഷള നോട്ടത്തോടെ നാവ് ചുഴറ്റുന്നവനെ കാണെ അറപ്പ് തോന്നി അവൾക്ക്. അയാളുടെ ഓരോ വാക്കും പുഴുവരിക്കുന്ന പോലെ തോന്നി സച്ചുവിനെ. ഏതു നിമിഷവും അയാളാൽ ആക്രമിക്കപ്പെടുമെന്ന ഭയത്താൽ അവൾ കിടുങ്ങി വിറച്ചു. അയാളുടെ കൈവിരലുകൾ സച്ചുവിൻ്റെ മുഖത്തോടെ ഒഴുകി നടന്നപ്പോൾ ശക്തമായി കുതറിക്കൊണ്ടവൾ മുഖം വെട്ടിച്ചു. ഓഹ്, നിന്റെ കുതറൽ പോലും എൻ്റെ പുരുഷനെ ഉണർത്തുന്നു. ഉയർന്നു വരുന്ന അവയവത്തിലേക്ക് സച്ചുവിൻ്റെ കൈ പിടിച്ചു വെച്ചവൻ അറപ്പോടെ കൈകൾ എടുത്തു മാറ്റുന്നതിനൊപ്പം കൈകളാൽ അയാളെ ശക്തമായി അവൾ പിന്നോട്ട് തള്ളി. അപ്രതീക്ഷിതമായ തള്ളലിൽ അയാൾ പുറകോട്ട് വീണ സമയം സച്ചു എങ്ങനെയൊക്കെയോ ചുമര് പിടിച്ചെഴുന്നേറ്റു. അതിനോടൊപ്പം തന്നെ വായ്ക്കുള്ളിലെ അസഹനീയമായ വേദന സഹിച്ചുകൊണ്ട് അവൾക്കാകും പോലെ നിലവിളിച്ചു. പക്ഷേ വേദനയുടെ കാഠിന്യത്താൽ ആ ശബ്ദം വളരെ നേർത്തുപോയി. അടുത്ത നിമിഷം തന്നെ അയാളുടെ കൈ വീണ്ടും അവളുടെ മുഖത്തേക്ക് പതിച്ചു. ആ അടിയിൽ നിലതെറ്റി സച്ചു തറയിലേക്ക് വീണു. കനത്ത വേദനയോടെ വയറ് പൊത്തിപ്പിടിച്ചവൾ നനവ് പടരുന്ന തുടയിടുക്കിലേക്ക് സച്ചു പേടിയോടെ നോക്കി. രക്തത്തിൽ കുതിർന്ന വസ്ത്രത്തെ കണ്ടപ്പോൾ സച്ചുവിൻ്റെ ശ്വാസം പോലും വിലങ്ങിപ്പോയി. ഉള്ളിലെ തുടിപ്പ് രക്തത്തുള്ളികളായി ഒഴുകി ഇറങ്ങുന്നത് കാണെ കനത്ത വേദനയിലും അവളുടെ ഉള്ളം ആർത്തലച്ചു കരഞ്ഞു. വേദന സഹിക്കാനാവാതെ അവൾ ചുരുണ്ടുകൂടി. ഒട്ടൊരു നിമിഷത്തിന് ശേഷം കൂനിക്കൂടി കിടക്കുന്നവളുടെ അടുത്തേക്ക് അയാൾ വീണ്ടും എത്തി. സച്ചു വേദനയ്ക്കിടയിലും നിസ്സഹായതയോടെ ഒരിറ്റ ദയക്കായി അയാളെ നോക്കി. സച്ചുവിനെ തൊഴിക്കാനായി അയാൾ കാലുകൾ ഉയർത്തുന്നത് അവൾ കണ്ടു. വീണ്ടും ഒരു പ്രഹരം തൻ്റെ കുഞ്ഞിനെ ഏൽക്കുന്നതിനു മുൻപ് സച്ചു നെഞ്ചു പൊട്ടിയ നിലവിളിയോടെ അയാളുടെ കാൽക്കൽ വീണു. ജീവൻ പറിച്ചെടുക്കുന്ന വേദനയിലും തൻ്റെ കുഞ്ഞിൻ്റെ രക്ഷയ്ക്കായി സച്ചു അതിക്രൂരനായവനിൽ നിന്നും അല്പം ദയയ്ക്ക് വേണ്ടി അവൻ്റെ ഇരു കാലുകളെയും ചേർത്ത് പിടിച്ചു. എന്നെ ഒന്നും ചെയ്യല്ലേ അനിൽ സാറേ, എൻ്റെ കുഞ്ഞുണ്ടിവിടെ. വേദനയാൽ മുറിഞ്ഞു പോകുമ്പോഴും ആ ജീവൻ രക്ഷിക്കാൻ അവൾ അയാളുടെ കാൽക്കൽ വീണ് അപേക്ഷയോടെ പറഞ്ഞ വാക്കുകൾ ഉള്ളിലെ തുടിപ്പിൻ്റെ കാലനെ ഉണർത്താനുള്ള കാഹളമാണെന്ന് അവൾ അറിഞ്ഞില്ല. അല്ലെങ്കിൽ അതുപോലും ചിന്തിക്കാനുള്ള ശേഷി അവളിൽ ആ നിമിഷം നഷ്ടമായിരുന്നു. സച്ചു പറഞ്ഞത് കേൾക്കെ അനിലൊന്ന് ഞെട്ടി. പിന്നെ ആ കണ്ണുകൾ കൂടുതൽ ക്രൂരമായി തിളങ്ങി. അയാളുടെ ഉള്ളിലുള്ള മയക്കുമരുന്ന് അയാളെ കൂടുതൽ ക്രൂരനാക്കി. കാലുകൾ ചുറ്റിയ സൗപർണികയുടെ കൈകളെ കാല് കുടഞ്ഞുകൊണ്ട് തട്ടി നീക്കി അനിൽ. ഓഹ്, അഭിമന്യു അതിനിടയിൽ ഇതും ഒപ്പിച്ചോ? അപ്പോൾ ആദ്യം അതിനെ ഒഴിവാക്കാം അല്ലേ? അവൻ്റെ അംശം നിന്നിൽ നിന്ന് അകലുമ്പോൾ നിന്നെ അറിയണം എനിക്ക്. അതിലും ഒരു ത്രില്ലുണ്ട്. നിന്നെപ്പോലെ ഒന്നിനെ ഞാൻ ഇതുപോലെ ആഗ്രഹിച്ചിട്ടില്ല. ഇതുവരെ അറിഞ്ഞ പെണ്ണൊക്കെയും നിൻ്റെ മുന്നിൽ ഒന്നുമല്ല സൗപർണിക. എന്തിന്, ആ ജസീല പോലും. ഏത്, മനസ്സിലായോ ആളെ? നിങ്ങളുടെയൊക്കെ സാലിസാറില്ലേ, അവൻ്റെ കെട്ടിയോൾ. അല്ല, ഒന്നാം തരം കൊഴുത്ത പെണ്ണ്. എൻ്റെ ആഗ്രഹം തീർക്കാൻ മാത്രം പോന്നവൾ.
പക്ഷെ എന്ത് ചെയ്യാം, അവൾക്ക് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നതത്ര പിടിച്ചില്ല. അവളെ മാത്രം സ്നേഹിച്ചാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ ഞാനങ്ങ് സ്നേഹിച്ച് അവളെ അങ്ങ് സ്വർഗത്തിലെത്തിച്ചു. നിന്നെ സ്വന്തമാക്കാൻ ഞാൻ എന്തും ചെയ്യും. അത്രയ്ക്ക് ഹരമാണ് നീ എനിക്ക്. ഇന്ന് ഈ നാട് വിടും മുൻപേ ഒരിക്കലെങ്കിലും നിന്നെ ഞാൻ അറിഞ്ഞില്ലെങ്കിൽ അത് ഈ അനിലിൻ്റെ തോൽവിയാണ്. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ? നിലത്ത് ചുരുണ്ട് കിടന്ന് ഞരങ്ങുന്ന സച്ചുവിന് ചുറ്റും നടന്നു അനിൽ. അവനിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ സച്ചുവിനെ തളർത്തി. അടുത്ത നിമിഷം തന്നെ അയാൾ അവളെ ആക്രമിക്കുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അയാളിൽ നിന്നുള്ള ആദ്യ പ്രഹരം തൻ്റെ കുഞ്ഞിനാണെന്ന് മനസ്സിലാക്കി സച്ചുവിൻ്റെ ഹൃദയം പൊട്ടി. കിടന്ന കിടപ്പിൽ അവൾ സകല ദൈവങ്ങളെയും വിളിച്ചു. സച്ചുവിന് ചുറ്റും നടന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞവസാനിപ്പിച്ചവൻ അടുത്ത നിമിഷം അവളുടെ വയറിനടുത്തേക്ക് നിന്നു. പേടിയോടെ സച്ചുവിൻ്റെ കണ്ണുകൾ അവനിലേക്ക് ചലിച്ചു. ക്രൂരമായ ചിരിയോടെ അവളുടെ വയറിന് നേർക്കുയരുന്ന അവൻ്റെ കാലുകൾ കാണെ സച്ചു കണ്ണുകൾ മുറുക്കി അടച്ചു. തുടരും. ഈ ഒരു പാട്ട് വളരെയധികം സ്ട്രെയിൻ ചെയ്താണ് ഞാൻ എഴുതിയത്. ഇപ്പോൾ വായിച്ചതും അത്രയും സ്ട്രെയിൻ എടുത്താണ്. അനിൽ എന്ന വില്ലൻ്റെ യഥാർത്ഥ രൂപവും ചിന്തയും പ്രവൃത്തിയും ഒക്കെ ഞാൻ ഇതിൽ പറഞ്ഞതിലും അതിഭീകരമാണ്. വാക്കുകളിൽ എഴുതാൻ പരിധിയുള്ളത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അയാളുടെ ഭീകരതയെ എത്തിക്കാൻ കഥയിൽ ഈ വാക്കുകളും പ്രവൃത്തികളും അനിവാര്യമായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തുറന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ പറയുമ്പോൾ അത്രയും ഞാൻ പറഞ്ഞിട്ടുമില്ല. ഡ്രഗ് അഡിക്റ്റായ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ക്രിമിനൽ ഇതിലും മോശമായ വാക്കുകളും പ്രവൃത്തികളും കാഴ്ചവെക്കുന്നവരാണെന്ന് അറിയുന്ന നിങ്ങൾ അനിലിനെ ഓർക്കുമ്പോൾ ഞാൻ എഴുതിയതിലും പറഞ്ഞതിലും 10 മടങ്ങ് അധികം ചിന്തിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത പാട്ടുമായി നാളെ എത്തും. സച്ചുവിനെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ സാധിക്കുമോ? മനു എത്തുമോ? അല്ലെങ്കിൽ കുഞ്ഞിനെ നഷ്ടപ്പെടുമോ? എന്തൊക്കെയാണ് ഇനി അടുത്ത ഭാഗങ്ങളിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് നാളെ നോക്കാം. അപ്പോൾ വീണ്ടും നാളെ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.